നമസ്കാരം. അമേരിക്കയ്ക്ക് ഇറാൻ്റെ മുൻപിൽ തോൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ കടുത്ത അമേരിക്കൻ വിരുദ്ധനാണെങ്കിലും വലിയ ഇറാൻ പക്ഷപാതിയാണെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മൂഢന്മാരാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത് സാധ്യമല്ല. അമേരിക്കയുടെ പട്ടാള മികവിനെയും ഇസ്രായേലിൻ്റെ സാങ്കേതിക ചാര മികവിനെയും മറികടക്കാൻ ഇറാന് സാധ്യമല്ല. പക്ഷേ എന്നിട്ടും ഇറാൻ പിടിച്ചു നിൽക്കുന്നു എന്നതാണ് ഇറാനെ ശ്രദ്ധേയമാക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും അവരുടെ അവസാനത്തെ ആയുധങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. അവർ പലപ്പോഴും ഭീഷണിപ്പെടുത്തി, മുന്നറിയിപ്പ് കൊടുത്ത്, ഭയപ്പെടുത്താൻ വേണ്ടി ഒരു തട്ടുകൊടുത്തൊക്കെയാണ് യുദ്ധം ജയിക്കുന്നത്. നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതാണ്. വെനസ്വേല എന്ന ഒരു രാജ്യത്തേക്ക് പോകുന്നു, ഒരു രക്തച്ചൊരിച്ചിലും ഉണ്ടായില്ല, ഒരു പട്ടാളക്കാരനും കൊല്ലപ്പെട്ടില്ല. വെറുതെ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക് ഹെലികോപ്റ്ററിൽ അമേരിക്കൻ മറീനുകൾ ഇറങ്ങുന്നു. അവർ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോന്ന് അമേരിക്കയിൽ ജയിലിലടയ്ക്കുന്നു. യുദ്ധം ജയിച്ചു. ഇന്നിപ്പോൾ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ അവകാശവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് വെനസ്വേലയുടെ എണ്ണ കൂടിയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്നാണ്. ഇതാണ് അമേരിക്കയുടെ രീതി. ഇറാഖിലാണെങ്കിലും ലിബിയയിലാണെങ്കിലും ഒക്കെ അവർ ഓടിച്ചെന്ന് യുദ്ധം വിജയിച്ചങ്ങ് പോവുകയാണ്. അതിന് വലിയ തന്ത്രങ്ങളൊന്നും പുറത്തിറക്കേണ്ടി വരുന്നില്ല. ആകപ്പാടെ അവർക്ക് പാളിയത് അഫ്ഗാനിസ്ഥാനിലാണ്. പക്ഷെ കാര്യം നേരത്തെ പിടികിട്ടിയപ്പോൾ അവർ സ്ഥലം കാലിയാക്കി. അനേകം പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തി. ദീർഘകാലം ഒരു ഡമ്മി സർക്കാരിനെ വാഴിച്ചത് എന്തിനാണെന്ന് അറിയില്ല. ഒടുവിൽ അവർ വാഴിച്ച ഡമ്മി പ്രസിഡന്റിനെ അമേരിക്കയിലേക്ക് രക്ഷപ്പെടുത്തേണ്ടി വന്നു. എന്നാൽ വലിയ പരിക്കേൽക്കാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും തലയൂരി. എന്നാൽ ഇറാനിലെ സ്ഥിതി അങ്ങനെയല്ല. ഇറാഖിലും ലിബിയയിലും ഒക്കെ പോയ അതേ അവധാനതയോടെയാണ് ഇറാനിലേക്കും എത്തിയത്. പക്ഷേ കൈവിട്ടുപോയി. ഇറാനിൽ അത്തരം ഒരു നമ്പരും ഏൽക്കുകയില്ല എന്ന് ബോധ്യമായിരിക്കുന്നു. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ ചെയ്തതുപോലെ ഓടിയൊളിക്കാനും കഴിയില്ല. ഇവിടെയാണ് ലോകം ഭയപ്പെടേണ്ടത്. യുദ്ധം 36-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ലോകമെമ്പാടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. എല്ലായിടങ്ങളിലും എണ്ണവില ഉയർന്നു, പ്രകൃതിവാതകം ലഭ്യമല്ലാതായി, ചരക്ക് ഗതാഗതം തടസ്സപ്പെടുന്നു, ഓഹരി വിപണികൾ ഇടിഞ്ഞു വീഴുന്നു. ലോകം ഒരേപോലെ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും? അതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഒരു നേട്ടം ഇറാൻ കൊയ്തത്. അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ മിസൈലേറ്റ് വീണു. ഒരു യുദ്ധവിമാനം വീണത് ഭാഗ്യത്തിന് കുവൈറ്റിലായിരുന്നതുകൊണ്ട് അതിലെ പൈലറ്റിനെ രക്ഷപ്പെടുത്തി. എന്നാൽ മറ്റൊരു യുദ്ധവിമാനം വീണത്, അതും ശതകോടികൾ വിലയുള്ള F-15E സ്ട്രൈക്ക് ഈഗിൾ എന്ന അമേരിക്കയുടെ അഭിമാന സ്തംഭം, അത് വീണത് തെക്കൻ ഇറാനിലെ മലനിരകൾക്കിടയിലാണ്. ആ പൈലറ്റിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ആ പൈലറ്റ് എവിടെയെന്ന്, എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അറിയാൻ കഴിയാത്തത് എന്ന് ആശങ്കയുണർത്തുന്നു. F-15E വിമാനം ആക്രമിക്കപ്പെട്ടപ്പോൾ ആ വിമാനത്തിൽ നിന്നും പാരഷ്യൂട്ടിൽ രക്ഷപ്പെടുകയായിരുന്നു പൈലറ്റ്. അങ്ങനെ രക്ഷപ്പെട്ടാൽ ലൊക്കേഷൻ അമേരിക്കൻ സൈന്യത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം അവർക്കുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. എന്നിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് വളരെയേറെ ദുരൂഹതകൾ ഉണ്ടാക്കുന്ന ചോദ്യമായി മാറുന്നത്. ഇവിടെയാണ് അമേരിക്ക വലിയ പ്രതിസന്ധിയെ നേരിട്ടത്. ഒരു കാരണവശാലും ആ സൈനികനെ ഇറാന് വിട്ടുകൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അത് 1979 ഇറാൻ ബന്ദി ക്രൈസിസിൻ്റെ തനി ആവർത്തനമാവും. 444 ദിവസമാണ് ടെഹ്റാൻ എംബസിയിലെ 52 അമേരിക്കൻ ജീവനക്കാരെ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാർ തടവിൽ വെച്ചത്. അതുണ്ടാക്കിയ പ്രതിസന്ധി ചില്ലറയായിരുന്നില്ല. അത്തരം ഒരു ബാർഗെയിനിങ്ങിന് വേണ്ടി ഇറാൻ ഈ സൈനികനെ ഉപയോഗിച്ചേക്കും എന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞൊടിയിടയിൽ അമേരിക്കൻ സേന മരണക്കളിക്കിറങ്ങിയത്. വിശ്വസിക്കാൻ പറ്റുമോ? അമേരിക്കയുടെ സ്പെഷ്യലി ട്രെയിൻഡ് എലൈറ്റ് ഫോഴ്സ് ഇറാനിൽ ഇറങ്ങി ഇയാളെ കണ്ടെത്താനുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഓർക്കണം, ഇറാന്റെ ഭൂപ്രദേശത്ത് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ലാൻഡ് ചെയ്തിരിക്കുന്നു. അവിടെ ഇറാൻ പട്ടാളക്കാരുണ്ട്. മാത്രമല്ല $60,000 അമേരിക്കൻ ഡോളർ വാഗ്ദാനം ചെയ്ത് ഇറാനിലെ ജനങ്ങളോട് നിങ്ങൾ ഈ സെർച്ചിൽ പങ്കാളികളാവാൻ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 100 കണക്കിന് തദ്ദേശീയർ ഈ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് ഈ സൈനികനെ തെരയുന്നു എന്നാണ് വാർത്ത. ഇവർക്കിടയിൽ വളരെ സൂക്ഷ്മതയോടെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് തെരച്ചിൽ തുടരുന്നു. ഓർക്കണം, ഇറാൻ പട്ടാളത്തിൻ്റെയും ഇറാനിലെ തദ്ദേശീയരുടെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് വേണം അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സിനെ ഈ തെരച്ചിൽ ദൗത്യം ഏറ്റെടുക്കാൻ. പക്ഷെ അമേരിക്കയ്ക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ജീവൻ പണയപ്പെടുത്തിയും അവർക്ക് അവരുടെ സൈനികനെ തിരിച്ചു കൊണ്ടുപോകണം. ഇവിടെയാണ് ഇപ്പോഴും ആശയക്കുഴപ്പം ബാക്കിയാവുന്നത്. ഈ അമേരിക്കൻ പൈലറ്റിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശേഷി അമേരിക്കയ്ക്കുണ്ട്. അതിനുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ ലൊക്കേറ്റ് ചെയ്തെന്നും അവർ കൃത്യമായി സുരക്ഷിതമായ ഒരിടത്തെത്തിച്ചെന്നും ഇറാൻ പട്ടാളത്തെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ തുടരുന്നതും
ഇതൊക്കെ ചെയ്യുന്നത് എന്നുമാണ് റിപ്പോർട്ട്. മറ്റു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനോടകം ഈ പൈലറ്റ് ഇറാൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന്. ഇറാൻ ബോധപൂർവം അമേരിക്ക ആശയക്കുഴപ്പത്തിലാക്കാനും അമേരിക്കൻ സൈനികരെ ക്ഷണിച്ചു വരുത്തി കൊല്ലാനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്നറിയിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇറാൻ്റെ കസ്റ്റഡിയിലാണോ അമേരിക്കയുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടോ എന്നൊന്നും ഒരു നിശ്ചയവുമില്ല. എന്തായാലും അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് അന്വേഷണം തുടരുകയാണ്. ഇതിനിടയിൽ ഈ സൈനികൻ ഇറാൻ്റെ കണ്ണുവെട്ടിക്കാൻ വേണ്ടി അതീവ രഹസ്യമായി എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. അങ്ങനെയെങ്കിൽ അമേരിക്കക്കാർക്കും ഇറാൻകാർക്കും കണ്ടെത്തുക പ്രയാസമായിരിക്കും. ഒരുപക്ഷെ സാഹചര്യമൊക്കെ മനസ്സിലാക്കി പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന ധാരണയിലാവാം. ഇതേക്കുറിച്ചൊരു കൃത്യമായ നിശ്ചയവും ആർക്കുമില്ല. മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമായി തന്നെ അമേരിക്കയും സ്ഥിരീകരിച്ചു. അമേരിക്കയുടെ അഭിമാന സ്തംഭമായ F-15 സ്ട്രൈക്ക് ഈഗിൾ ഇറാൻ സൈന്യം തകർത്തു എന്നത്. എന്തായാലും യുദ്ധത്തിൽ ഇത് നിർണായകമായി മാറും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് വെച്ച് യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇനി മരണക്കളി തുടരേണ്ടി വരും. ഇപ്പോൾ സൈനികനെ തെരയുന്നത് പോലെ തന്നെ അമേരിക്ക അവസാനത്തെ യുദ്ധപ്രഖ്യാപനം നടത്തി രംഗത്തിറങ്ങുമെന്ന് റിപ്പോർട്ടുണ്ട്. നേരത്തെ തന്നെ ഗ്രൗണ്ട് ഇൻവേഷൻ ആവശ്യമായ സൈനിക നീക്കം നടത്തിയിരുന്നു. ഏതാണ്ട് 40,000-ഓളം അമേരിക്കൻ പട്ടാളക്കാർ ഇപ്പോൾ ഇറാൻ്റെ ചുറ്റിനുമുണ്ട്. അവർക്ക് ഏതു നിമിഷവും ഇരച്ചു കയറാവുന്ന സാഹചര്യമുണ്ട്. ഇതിനി സംഭവിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ തലവേദന അവസാനിപ്പിക്കണമെങ്കിൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടാലും അന്തിമ യുദ്ധം പ്രഖ്യാപിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നവർ പോലും യുദ്ധം അവസാനിപ്പിക്കാതെ മടങ്ങരുത് എന്ന് പറയുന്നതോടെ റിസ്ക് എടുത്തും യുദ്ധത്തിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് കടക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ ട്രംപ് ഇന്ന് രാവിലെ നാടകീയമായി മറ്റൊരു പ്രഖ്യാപനം നടത്തി. താൻ നേരത്തെ ഇറാന് കൊടുത്തിരിക്കുന്ന 10 ദിവസത്തെ ഡെഡ് ലൈൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് അവസാനിക്കുകയാണ്. 6-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് ഡെഡ് ലൈൻ അവസാനിക്കുന്നത്. ആ 8 മണിക്ക് മുമ്പ് ഹോർമൂസ് കടലെടുക്ക് തുറന്നില്ലെങ്കിൽ അനുഭവിക്കും എന്നാണ് ട്രംപിൻ്റെ പുതിയ മുന്നറിയിപ്പ്. അനുനയ നീക്കങ്ങളും ചർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഒക്കെ കൊടുത്ത് ഈ പറയുന്ന ഭീഷണികളിൽ നിന്നും പിന്മാറിയ ട്രംപ് വീണ്ടും ഭീഷണിപ്പെടുത്തുമ്പോൾ അവസാന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി എന്ന് വ്യക്തമാക്കണം. നേരത്തെ മുന്നറിയിപ്പ് കൊടുത്ത ട്രംപ് അല്ല ഇപ്പോഴത്തെ ട്രംപ്. ഇപ്പോഴത്തെ മുന്നറിയിപ്പിൽ എന്തെങ്കിലും കാര്യമുണ്ടാവാതിരിക്കില്ല. 48 മണിക്കൂർ അമേരിക്കൻ സമയമാണ്. നാളെ അതായത് 6-ാം തീയതി വൈകുന്നേരം 8 മണി, ഇന്ത്യൻ സമയം 7-ാം തീയതി രാവിലെ 8 മണിയായിരിക്കും ഈ ഡെഡ് ലൈൻ അവസാനിക്കുന്നത്. ഇതിനിടയിൽ എന്തൊക്കെയോ ചില നീക്കങ്ങൾ ട്രംപ് നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതിന് ഭാഗമാണ് ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രത്യേക പരിശീലനം സിദ്ധിച്ച മറൈൻ ഡൈവേഴ്സിനെ ഇറക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. കടലിനടിയിൽ താമസിച്ചിരിക്കുന്ന മൈനുകളെ പോലും നിർവീര്യമാക്കാൻ ശേഷിയുള്ള ടെക്നോളജിയുമായി ഹോർമൂസ് കടലിലേക്ക് അമേരിക്കൻ സൈന്യത്തിലെ വിദഗ്ധ മുങ്ങൽ സംഘം ഇറങ്ങുന്നു എന്നാണ് വാർത്തകൾ. അമേരിക്കൻ സൈന്യത്തിൻ്റെ സൈനിക നീക്കങ്ങളിലെ നിർണായകമായ ഒരു നീക്കമാണെന്നും ഒരുപക്ഷെ ഏറ്റവും അധികം റിസ്ക് ഉള്ള നീക്കമാണെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് തുടരുകയാണ്. അമേരിക്കയുടെ യുദ്ധവിമാനം തകർന്നു വീണ ഇടം ഒഴിവാക്കിക്കൊണ്ടാണ് മറ്റിടങ്ങളിൽ ആക്രമണം നടത്തുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രത്തിൻ്റെ അടുത്ത് വീണ്ടും ഇസ്രായേൽ ബോംബിട്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പവർ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടെന്നും പറയുന്നു. 48 മണിക്കൂറിനകം യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാനെ തീർക്കും എന്ന ട്രംപിൻ്റെ ഭീഷണി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ സ്പീക്കർ രംഗത്ത് വന്നിട്ടുണ്ട്. പൈലറ്റിനെ കണ്ടോ, ഞങ്ങളുടെ പൈലറ്റിനെ കണ്ടോ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. ഇറാൻ്റെ പവർ പ്ലാന്റുകൾ തകർത്താൽ, ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിൽ കണ്ണുവെച്ചാൽ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് അയൽ രാജ്യങ്ങളിലെ നരകമായിരിക്കുമെന്നും നരകത്തിൻ്റെ വാതിൽ തുറക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുമാണ് ഇറാൻ്റെ ഭീഷണി. എന്ന് വെച്ചാൽ ട്രംപ് ഈ ദിവസങ്ങളിൽ അന്ത്യയുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയാൽ തീർച്ചയായും GCC രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം കടുപ്പിക്കുമെന്നും അവർ വിട്ടുകളഞ്ഞിരുന്ന എണ്ണപ്പാടങ്ങൾ അടക്കമുള്ളവ തീ വയ്ക്കാനുള്ള നീക്കം നടത്തുമെന്നും സൂചനയാണ് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ ട്രംപ് യുദ്ധം കടുപ്പിച്ചാൽ UAEയും സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും ബഹ്റൈനും ഒക്കെ വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. എന്തായാലും അമേരിക്ക തുടങ്ങി വെച്ച യുദ്ധത്തിന് ഉടനെയെങ്കിലും ശമനമുണ്ടാകുന്ന ലക്ഷണമില്ല. സംഭവിക്കാനുള്ള നഷ്ടത്തിൽ ആശങ്കപ്പെട്ട് അല്പം വലിഞ്ഞു നിന്ന അമേരിക്കയ്ക്ക് യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ യുദ്ധം കടുക്കുമെന്നും അന്തിമ യുദ്ധം ആരംഭിക്കുമെന്നും എന്തെല്ലാം നഷ്ടം സംഭവിച്ചാലും ഇറാനെ തവിടുപൊടിയാക്കി ചുട്ടരിച്ചായിരിക്കും ട്രംപ് പക വീട്ടുന്നതെന്നുമാണ് യുദ്ധവിദഗ്ധരുടെ വിലയിരുത്തൽ.